എല്ലാ മനുഷ്യരും അവരവരുടെ ജീവിതം ജീവിക്കുമ്പോൾ ഈ ഭൂമി എത്ര സുന്ദരമായിരിക്കും. ഷെൽവിയും സ്വന്തം ജീവിതം ജീവിക്കുകയായിരുന്നു. വിശുദ്ധനല്ലാത്ത, ധീരനല്ലാത്ത ഒരു സാധാരണക്കാരന്റെ ജീവിതം. അവന് ഡെയ്സി ആയിരുന്നു ആശ്രയം, ഡെയ്സി ആയിരുന്നു അത്താണി. പക്ഷെ ഡെയ്സിക്കാരായിരുന്നു അഭയം എന്ന് ചോദിച്ചാൽ അത് അറിവും അക്ഷരങ്ങളും കാലവും പ്രകൃതിയും ഒക്കെയായിരുന്നു. സ്വയം മൾബറിയിലകളാവാൻ തീരുമാനിച്ച ആ മനുഷ്യരെ ഭക്ഷിച്ച് സർഗാത്മകതയുള്ള മനുഷ്യപ്പുഴുക്കൾ പട്ടുനൂലാകുന്ന പുസ്തകങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ചു. അതിനേക്കാൾ വലിയ നിയമങ്ങളൊന്നും ദൈവത്തിന്റെ പണിശാലയിൽ ഇല്ലായിരുന്നു. 1985 ഷെൽവിയും ഡെയ്സിയും ഒരുമിച്ച് സ്വപ്നം കണ്ട മൾബറി പബ്ലിക്കേഷൻസ് ആരംഭിക്കുന്നത്. കോഴിക്കോട് മിഠായി തെരുവിലെ ഹോട്ടൽ ആര്യഭവനിലെ 25 നമ്പർ മുറിയായിരുന്നു മൾബറിയുടെ ഓഫീസ്. അതൊരു പ്രസാധനശാല മാത്രമായിരുന്നില്ല, അവർ രണ്ടുപേരുടെയും മജ്ജയും മാംസവും ചേർത്ത് തുന്നിയ സ്വപ്നങ്ങളുടെ കൊക്കൂണായിരുന്നു. അവിടെ ചിത്രശലഭങ്ങൾ പോലും കൊതിക്കുന്ന നിർമ്മിതിയിൽ പുസ്തകങ്ങൾ തുറന്നു. അവിടെ പുസ്തകങ്ങൾക്ക് വീർപ്പുമുട്ടാതിരിക്കാൻ ഷെൽവി എന്നും ഒരു ജനാല തുറന്നു വച്ചു. TV കൊച്ചുബാവയുടെ വൃദ്ധസദനം, KP രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥ, ബെന്യാമിന്റെ ആദ്യ പുസ്തകമായ യൂത്തനേഷ്യ തുടങ്ങി മലയാള സാഹിത്യത്തെ സ്വാധീനിച്ച നിരവധി അനവധി പുസ്തകങ്ങളും കസാൻസാക്കീസിന്റെയും എറിക് ഫ്രോമിന്റെയും വിവർത്തനങ്ങളും ഉൾപ്പെടെ വായനയെ സർഗാത്മകമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച മൾബറി പക്ഷെ ഇപ്പോഴില്ല. ഷെൽവിയും. എന്തിനായിരുന്നു ഷെൽവി ആത്മഹത്യ ചെയ്തത്? ബെന്യാമിന്റെ മൾബറി എന്നോട് നിന്റെ സോർവയെക്കുറിച്ച് പറയൂ എന്ന ഈ പുസ്തകം കേവലം ഒരു എഴുത്തുകാരന്റെ സർഗാത്മക സൃഷ്ടിയല്ല. ഇവിടെ ജീവിച്ചു മരിച്ച, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ജീവന്റെ മണമുള്ള പുസ്തകമാണ്.